ഫാത്തിമ ചേച്ചി ആയിരുന്നാ? അവൻ പേടിച്ചു പോയി. നമ്മുടെ ആളെ എന്തെടുക്കാ? രണ്ടുപേരും കൂടെ സാറിന്റെ റൂമിൽ ഇരിക്കുക. ഫാത്തിമയോ? ഒരുപാട് ലേറ്റ് ആയല്ലേ? ഹേയ്, കുഴപ്പമൊന്നുമില്ല. അല്ല, സക്കീർ വയ്ക്കോ, ഞാൻ ഏതായാലും തീർത്തിട്ടേ ഉള്ളൂ. ശരി സാർ, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ഉണ്ടാക്കിയതൊക്കെ ഇപ്പൊ തന്നെ 2 പ്രാവശ്യം ചൂടാക്കി. ഇനി കഴിക്കണതിന് മുമ്പ് ഒരിക്കൽ കൂടി ചൂടാക്കണം. അപ്പൊ എത്രയായി? 3. ഇന്നലെ രാത്രി ഞാൻ കിടന്നപ്പോ മണി 2. മെനിഞ്ഞാന്ന് കിടന്നപ്പോ എത്ര മണിയാണെന്നറിയാ? 2:30. ഇനിയിപ്പോ ഇന്നത്ര ആവുമെന്തോ ദൈവമേ. സാറിന് രാവിലെ 6 മണിക്ക് ഓഫീസിൽ പോകണമെങ്കിൽ ഞാൻ മിനിമം 4 മണിക്ക് എണീക്കണോ? ആ ചിന്ത വല്ലതും സാറിനുണ്ടാ? ഞാനൊരു മനുഷ്യജീവി തന്നെ. ഡൈനിങ് ടേബിൾ എല്ലാം എടുത്തു വെച്ചിട്ട് നിനക്ക് കിടന്ന് ഉറങ്ങിക്കൂടെ? ഉറങ്ങും. സാറ് എന്തോന്ന് പറയുന്നത്? ആഹാരം കഴിക്കുമ്പോ ഞാൻ എടുത്തില്ലെങ്കിലേ അതിനുള്ള ചീത്ത വേറെ ഉണ്ട്. ഈശ്വർ സാറിന്റെ അമ്മയ്ക്ക് രാമു ഒരു കത്തയക്കി മോന് പെണ്ണ് കെട്ടിക്കണെന്ന് പറഞ്ഞിട്ട്. കല്യാണക്കാരൻ പറയുമ്പോഴൊക്കെ പറയും പ്ലെയിനിന്റെ പണി കഴിയിട്ട് പ്ലെയിനിന്റെ പണി കഴിയിട്ടും. അല്ല സാറേ, ഈ പ്ലെയിനും കല്യാണവും തമ്മിൽ എന്താ ബന്ധം? നാട്ടിലെ ഒരു മഹാലക്ഷ്മി സാറിന് വേണ്ടി കാത്തിരിപ്പുണ്ടെന്ന് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. ഇനി അത് സത്യമായിരിക്കോ സാറേ? ഉണ്ടായിരിക്കും. അതെ. എന്നാ അവളെ കൂടെ കൂട്ടിക്കൊണ്ട് വരാൻ പറ നിങ്ങളുടെ സാറിനോട്. പറയാഞ്ഞിട്ടാണോ? പറഞ്ഞു പറഞ്ഞ് ഞാൻ മടുത്ത്. എന്തോ ദാ വിളിക്കുന്നു. ചൂടാവുമ്പോ ഞാൻ പോയി ചൂടാക്കട്ടെ. ദേ രാമു പറഞ്ഞ മഹാലക്ഷ്മിയുടെ കാര്യം സത്യാണോ? നിനക്ക് വട്ടുണ്ടോ? സാർ ഇവന്റെ വായടയ്ക്കാൻ വേണ്ടി വല്ലതും പറഞ്ഞെന്ന് വിചാരിച്ച്? അങ്ങനെ ഒരു പെണ്ണില്ലാന്ന് നിങ്ങൾക്ക് എന്താ ഉറപ്പ്? ഓഹോ, ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കിയിട്ട് രാത്രി മുഴുവൻ മുഖം വീർപ്പിച്ചിരിക്കാനാണ് പരിപാടിയെങ്കിൽ അതങ്ങ് പള്ളി പോയി പറഞ്ഞാൽ മതി. ഞാൻ ചിക്കൻ പീസ് ഇട്ടാട്ടെ. മഹാലക്ഷ്മി ഉണ്ടെങ്കിൽ എന്ത്, ഇല്ലെങ്കിൽ എന്ത്. വരട്ടെ. രാമു, എന്തോ? സാർ റെഡിയായില്ലേ? റെഡിയായിക്കൊണ്ടിരിക്കുക. ഇപ്പൊ ഇറങ്ങും. പോട്ടെ. ഇന്നലെ കിടന്നപ്പോ വൈകി, എഴുന്നേറ്റപ്പോഴും പെൺകുട്ടികൾ ട്രെയിനിങ്ങിന് വരുന്നുണ്ടെന്ന് കേട്ടപ്പോ കുമാറും ദാസും ജിജിയൊക്കെ നിന്ന നിൽപ്പിലാ തലകുത്തി മറിഞ്ഞത്. ഇത്തിരി അടുക്കും ചിട്ടയൊക്കെ ഉണ്ടായിരുന്ന ഈ ക്യാമ്പിന് ചന്തയാവും. സ്ത്രീകൾ എയർഫോഴ്സ് പൈലറ്റ് ആവണമെന്നുള്ളത് ഗവൺമെന്റ് പോളിസിയാണ്. പിന്നെ പെൺകുട്ടികൾ ട്രെയിനിങ് വന്നെന്ന് വെച്ച് ക്യാമ്പിന്റെ ഡിസിപ്ലിൻ തെറ്റണമെന്നില്ല. അത് നമുക്ക് കാണാം. ഒന്നും സംഭവിക്കില്ല സാർ. അവർ കാഡറ്റ്സ് ആർ വെൽ ഡിസിപ്ലിൻ. പിന്നെ സാറിന് അങ്ങനെ തോന്നാൻ കാരണം സാറിന് പൊതുവെ പെണ്ണുങ്ങളോടൊരു അകൽച്ച ഉണ്ടല്ലോ, അതുകൊണ്ടാ. പിന്നെ ഞാൻ ടെസ്റ്റ് ട്യൂബ് ശിശുവല്ലേ, എന്നെ ഒരു അമ്മ പ്രസവിച്ചതാ. ധാരാളം പെണ്ണും പെടക്കോഴിയൊക്കെ ഉള്ള വീട്ടിലാണ് ഞാനും ജനിച്ചതും വളർന്നതൊക്കെ. എന്ന് വെച്ച് നിന്നെ പോലെ അച്ഛയുടെ സാരി തുമ്പി പിടിച്ചു നടക്കാനൊന്നും എന്നെ കിട്ടൂല. അതിന് സാറ് കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കല്യാണം കഴിച്ചാലത്തെ കാര്യം പറയുന്നത്. ഇതുപോലെ വീരവാദം മുഴക്കിയ പല മഹാന്മാരും പെണ്ണിന്റെ ഒറ്റ നോട്ടത്തിൽ കുരുങ്ങി ചക്ക കുഴയുന്ന പോലെ കുഴയുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് കാക്ക മലർന്ന് പറക്കണം. കാണാം. കാണാനൊന്നുമില്ല സാറേ. അല്ല, ഉച്ചയ്ക്ക് ചോറ് അങ്ങോട്ട് കൊണ്ടുവരണോ അതോ സാർ ഇങ്ങോട്ട് വരുമോ? അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഓ, നാട്ടിലേതാ ഒരു മഹാലക്ഷ്മി? മഹാലക്ഷ്മി? നാട്ടിലെങ്ങനെ ഒരു തിയേറ്റർ ഉണ്ട്? എന്താ ചോദിച്ചേ? അല്ല, രാമു പറഞ്ഞു നാട്ടിലൊരു മഹാലക്ഷ്മി. ആ മഹാലക്ഷ്മിയോ? അത് അവന്റെ സൂര്യക്കേട് സഹിക്കാൻ വയ്യാതെ അവന്റെ വായടയ്ക്കാൻ വേണ്ടി പറഞ്ഞല്ലേ. हमें फ्लाइट कैरियर का अपॉइंटमेंट मिला है, सीईओ से मिलना है। क्या हम अंदर जा सकते हैं? प्राइवेट गाड़ी अंदर नहीं जा सकते हैं, चाहे तो आप जाइए। थैंक यू। Now, we will discuss about the electrical system used in this aircraft. The main source of electrical power is a generator which gives 28-volt output.
The basic electrical system used is the same for all sorts of aircrafts in our Air Force. See here. അയ്യോ നോക്കടാ ചരക്ക്. അയ്യോ തോമാ നോക്ക് നോക്ക് എന്ത് ചരക്ക് ചളുക്കോ ചളുക്കല്ലട കൊക്കെ ചരക്ക് നിന്റെ തന്ത്ര കാണിക്കുന്നത് എന്താ ഇത് പീസാടാ പീസ് ട്രെയിനി ആയിരിക്കും. ഏയ് ട്രെയിനി ആവില്ല, ട്രെയിനികൾ ബാച്ചായിട്ട് വരൂ. അപ്പൊ ഇനി വല്ല ഗസ്റ്റ് ആയിരിക്കും. ഗസ്റ്റ് ആയാലും ട്രെയിൻ ആയാലും അവളുടെ മുഖം ഒന്ന് കണ്ടാൽ മതി. Yes, what happened? Yes, boys. Anything wrong? Nothing, sir. എത്ര കൃത്യമായിട്ടാണ് ആരോ പറഞ്ഞിരുത്തേക്കണല്ലോ ബ്ലോക്ക് ഇരിക്കും നോക്കി. എന്റെ സ്വാമി സാറ് ഒന്ന് മാറിയൊക്കെ ഞങ്ങളൊന്ന് മുഖം ഒന്ന് പാർക്കട്ടെ. എന്റെ ഈശോ അവള് പോയി പോയാ. അവളുടെ മുഖം കാണാൻ പറ്റില്ലല്ലോ. May I come in, sir? Yes. I have been selected as a flight cadet, sir. Let me see. What's your name? Shraddha. Shraddha Kaul. You are supposed to join day after tomorrow with the other girls. How come you are here today itself? Actually, sir, you see, I was so excited about the training that I landed up 2 days. Remove your goggles. This is an office. Sorry, sir. Actually, I was coming from the hot sun. So what? You can go and report at the cadet mess. Thank you, sir. Thank you, sir. ദഗ്രേ ഇവരോട് പ്രത്യേകം പറഞ്ഞേക്കണം നമ്മളുടെ ഫാഷൻ പരേഡൊന്നും ഇവിടെ നടക്കില്ല. അവളൊരു വേഷവും. With due respect, sir. Yes. ഇവിടുത്തെ ചിട്ടകളെ കുറിച്ചൊന്നും എനിക്കറിയില്ല, സർ. ക്ഷമിക്കണം. വലിയ പ്രതീക്ഷയോടാണ് സാർ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. ദയവായി എന്നെ നിരാശപ്പെടുത്തരുത്. You are a Malayali? Yes, sir. പിന്നെ ഈ ശ്രദ്ധ കൗൾ? അച്ഛൻ സിദ്ധാർത്ഥ് കൗൾ, കശ്മീരി. അമ്മ മേരിക്കുട്ടി, ചെങ്ങന്നൂർക്കാരി. രണ്ടുപേരും മിലിറ്ററി ഡോക്ടേഴ്സ്. ലവ് മാരേജ്. കശ്മീർ വേഴ്സസ് കേരള. KK എക്സ്പ്രസ്. മതി. You can go. Sir. അവള് മലയാളിയാണെന്ന് അറിഞ്ഞപ്പോ ഞാനൊന്ന് ഞെട്ടി എന്നുള്ളത് സത്യം. എന്ന് വെച്ച് ഞാൻ ചമ്മിയൊന്നുമില്ല. ചമ്മി പെണ്ണുങ്ങളായ ഇങ്ങനെ വേണം. എന്താ സ്മാർട്ട്നെസ്. ഇവിടെ ഉണ്ടല്ലോ ഒരെണ്ണം, ശുദ്ധ മലപ്പുറം. തലേന്ന് സാരിയും മാറ്റൂല, വാതിലിന്റെ മറവിന്ന് പുറത്തും വരൂല. നീ ആ ശ്രദ്ധയെ കണ്ട് പഠിക്ക്. നിർത്തറോ. ഉള്ള കോംപ്ലിമെന്റ്സ് മുഴുവൻ ഒരുത്തിക്ക് തന്നെ കൊടുത്ത് തീർക്കാതെ ട്രെയിനിങ്ങിന് ഇനിയും പെമ്പിള്ളേർ വരാനുണ്ട്. ഫാത്തിമക്കുട്ടി, ഇനിയാണ് ഇവനെ സൂക്ഷിക്കേണ്ടത്. നമുക്ക് 4 നിക്കാഹ് വരെ കഴിക്കാം. 4 കെട്ടാത്തവൻ നട്ടലില്ലാത്തവൻ ഇവൻ എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പഴല്ലേ അതിന്റെ പൊരുൾ എനിക്ക് മനസ്സിലായത്. തമാശ തമാശ ഒന്നുമല്ല. ഫാത്തിമക്കുട്ടി സൂക്ഷിച്ചില്ലെങ്കിൽ ഒറ്റ തുമ്മലിന്
3 തലാക്കും പറഞ്ഞ് ഇവൻ ഫാത്തിമ കുട്ടിയെ ഒതുക്കും. എന്തിനാ സാറേ കുടുംബകലഹം ഉണ്ടാക്കുന്നത്? കാമഡി ഒന്നും ഇവർക്ക് മനസ്സിലാവൂല. ഇത് കോമഡി ഒന്നുമല്ല. നീ പരസ്യമായ രഹസ്യമായ എന്നെ ഊരുവോ? ഇല്ല. പോടാ പോട്ടെ. ശരി. 4 സാറിന്റെ കാര്യം തമാശ പറഞ്ഞാലും സീരിയസ് ആണെന്ന് വിചാരിക്കത്തുള്ളൂ. പിന്നെ നീ ഇയാൾ പറയുന്നൊന്നും വിശ്വസിക്കരുത്. ഇയാൾക്ക് പെണ്ണുങ്ങളെ ഇഷ്ടമല്ല, പെണ്ണ് കെട്ടി ആണുങ്ങളെ ഇഷ്ടമല്ല. വേണ്ട വേണ്ട, എന്നോടൊന്നും പറയണ്ട. അയ്യോ ഫാത്തിമ, ആ കൂടെ കിട്ടിയ ഒരു ഓഫ് ഡേ നീ കുളമാക്കല്ലേ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ്. സാറിന്റെ ഭാര്യ ഫാത്തിമയെ ഞാൻ ഇന്നലെ സ്റ്റോറിൽ വെച്ച് പരിചയപ്പെട്ടു. അപ്പോഴാ മനസ്സിലായത് ഞങ്ങൾ റിലേറ്റീവ്സ് ആണ് സർ. റിലേറ്റീവ്സോ? ആ, സാറിന്റെ വൈഫിന്റെ ഒരു കസിൻ ഇല്ലേ സലീം, ഗൾഫിലുള്ളത്. അയാൾ കല്യാണം കഴിച്ചിരിക്കുന്ന എന്റെ ഒരു കസിനെയാ, ആനി. അനദർ ലവ് മാരേജ്. ആ, ഞാനും കേട്ടിട്ടുണ്ട്. ആനി ശ്രദ്ധയുടെ കസിനാണോ? യെസ് സർ, സോ വി ആർ റിലേറ്റീവ്സ്. മൈ ഗോഡ്. ഫാത്തിമ എന്നെ പെരുന്നാളിന് ക്ഷണിച്ചിട്ടുണ്ട്. കൂടാതെ സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സമയം കിട്ടുമ്പോഴൊക്കെ വീട്ടിലേക്ക് വരണമെന്ന് എന്റെ ഭാര്യ പറഞ്ഞു. യെസ് സർ. അവക്ക് എന്നെ അത്രയ്ക്ക് വിശ്വാസമായി. സാറിനല്ല, എന്നെ. വരുന്നതൊക്കെ കൊള്ളാം, പക്ഷെ എന്റെ നെയ്ബറാണ് ഈശ്വർ സാർ. ഒരു കേഡറ്റ്, അതും ഒരു ലേഡി കേഡറ്റ്. ഒരു സീനിയർ ഓഫീസറുടെ വീട്ടിൽ വന്നു പോകുന്നത് അദ്ദേഹത്തിന് അത്ര ഇഷ്ടമാവെന്ന് തോന്നുന്നില്ല. അങ്ങനെയൊന്നുമില്ല. എന്തിനാ സാർ ആ നല്ല മനുഷ്യനെ എല്ലാരും കൂടി പറഞ്ഞു സ്ത്രീ വിദ്വേഷിയാക്കുന്നത്? ഓ ശരി, ഒരു അനുഭവം ഉണ്ടാകുന്നവരെ ഇങ്ങനെ ഒരു അഭിപ്രായം മനസ്സിലിരിക്കുന്നതും നല്ലതാ. മറഡോണ ഉത്തേജക. എന്റെ ദൈവമേ, സക്കീർ സാറ് വീണ്ടും കല്യാണം കഴിച്ച, അതും ഒറ്റയടിക്ക് 1, 2, 3, 4 കൂടി. പാവം ഫാത്തിമ ചേച്ചി. സാറേ, അയ്യോ മതി. മതിയാക്കിയോ? ഇവരാരും ഒന്നും കഴിച്ചില്ലല്ലോ. ഞാനേ അപ്പുറത്ത് പോയി ആ വിശ്വാമിത്രനെ ഒന്ന് കണ്ടിട്ട് വരാം. ആരെ? ഈശ്വർ സാറിനെ. എന്തിനാ? ജസ്റ്റ് ഒരു ഹലോ പറയാൻ. ഇവിടെ വരെ വന്നതല്ലേ. വേണ്ട ശ്രദ്ധ, ഈശ്വർ സാറിന് ഇഷ്ടമില്ല കേട്ടോ. അങ്ങേര് നല്ല മനുഷ്യനാ. നിങ്ങളൊക്കെ കൂടെ പറഞ്ഞ് പെരുപ്പിച്ച് അങ്ങേര് ഒരു പേടി സ്വപ്നമാക്കി മാറ്റി. Am I right, sir? കറക്റ്റ്, യു ആർ അബ്സല്യൂട്ട്ലി കറക്റ്റ്. ശ്രദ്ധ ധൈര്യമായിട്ട് പോ. ചെന്നാട്ടെ. Okay, sir. വെറുതെ എന്തിനാ? പോയിട്ട് വരട്ടെന്ന്. വിശ്വാമിത്രന്റെ മനസ്സ് മാറ്റൊന്ന് ശബ്ദം ചെയ്തിരിക്കല്ലേ. ഇപ്പൊ കാണാം പൂരം. Good morning, sir. ശ്രദ്ധ call. ഗുഡ് മോർണിംഗ്. എന്താ? സക്കീർ സാറിന്റെ വീട്ടില് പെരുന്നാളിന് ലഞ്ച്. ഞാൻ ഒറ്റയ്ക്കല്ലേ സർ, ഇവിടെ ഫ്രണ്ട്സും ഉണ്ട്. ഇവിടെ എന്തിനു വന്നതെന്നാ ചോദിച്ചത്? ഇവിടെ വന്നത് സാറിനെ കണ്ട് ജസ്റ്റ് ഹലോ പറയാനാ. ലുക്ക്, ഒരു സീനിയർ ഓഫീസറെ അയാളുടെ കോട്ടേഴ്സിൽ വന്ന് കണ്ട് വിഷയേണ്ട കാര്യമില്ല. കാണേണ്ട സ്ഥലത്ത് വെച്ച് കണ്ട് വിഷയം ചെയ്താൽ മതി. Got it? Sir. ചമ്മണ്ട ഇനി പോരെ. എന്തിനാ അവിടെ ഒളിച്ചു നിൽക്കുന്നത്? ഇനി വെളിച്ചത്തോട്ട് വാ. വെറുതെ വടി കൊടുത്ത് അടി മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? പക്ഷെ അവസാനം ജയിക്കാൻ പോകുന്നത് ഈ ശ്രദ്ധ തന്നെയാ. ഞാൻ റോബർട്ട് ബ്രൂസിന്റെ വംശത്തിൽപ്പെട്ടവളാ. തോക്കുംതോറും വാശി കൂടും. പിന്നെ ആരും ചിരിക്കണ്ട. സാർ നോക്കിക്കോ, ട്രെയിനിങ് കഴിഞ്ഞ് ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് ഈശ്വർ സാറിന് സ്ത്രീകളെ കുറിച്ചുള്ള അഭിപ്രായം ഞാൻ മാറ്റിയെടുക്കും. യു വാണ്ട് എ ബെറ്റ്? വെറുതെ എന്തിനാ ബെറ്റ് വെക്കുന്നത് അല്ലേ?